പോഷക സമൃദ്ധമായ തഴുതാമ മുരിങ്ങയില തോരനാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. തഴുതാമ എന്ന് പറയുന്നത് ഇതുപോലെ വള്ളിയായിട്ട് പടരുന്ന ഒരു ചെടിയാണ്. എൻ്റെ ഇലകൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലായിരിക്കും. വളരെ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിളാണ് തഴുതാമ. അത് നമുക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അതിനകത്തുള്ള പുഴുവോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെക്ക് ചെയ്ത് വെള്ളമൊക്കെ വാറ്റിയെടുക്കാം. ഒരു ചെറിയ ബൗള് മുരിങ്ങയില, അരമുറി തേങ്ങ ചിരകിയത്, 5 ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ തഴുതാമ മുരിങ്ങയില തോരന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ തഴുതാമയും മുരിങ്ങയിലയും ചീരയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം കുരുമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. അരിഞ്ഞെടുത്ത മുരിങ്ങയിലയും തഴുതാമയിലയും ഒരു ബൗളിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും ചെറിയുള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചിരട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് നീരാണ് എടുത്തത്, നിങ്ങൾക്ക് പൊടി എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ ഇതെല്ലാം കൂടി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ചീനച്ചട്ടി ചൂടാവുമ്പോൾ ആവശ്യമായിട്ടുള്ള അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഇതുകൊണ്ടൊന്ന് മൂപ്പിക്കാം. ഇത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു തുള്ളി വെള്ളം തളിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളത്തിന് ആവശ്യമില്ല, കുറച്ച് വെള്ളം മാത്രം തളിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. തനി നാടൻ തഴുതാമ മുരിങ്ങയില തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തഴുതാമ എടുക്കുമ്പം അതിൻ്റെ ഇളം ഇലകൾ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.